ഒന്നാമത്തെ ലെസൺ എന്ന് പറയുന്നത് എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്നുള്ളതാണ്. അപ്പൊ എയ്ബ് എന്ന് പറയുന്നത് ഇവിടെ അബ്രഹാം ലിങ്കൻ കുട്ടിയായിരുന്ന സമയത്തുള്ള അവന്റെ ഓമന പേരാണ്. എയ്ബ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് വെൻ ഹി വാസ് എ ബോയ്. ഒരു കുട്ടിയായിരുന്ന സമയത്താണ് അബ്രഹാം ലിങ്കൻ ആദ്യമായിട്ട് തന്റെ സ്പീച്ച് നടത്തിയത്. ഗോയിങ് ബാർഫുട്ട് എന്ന് വെച്ചാൽ നഗ്നപാതനായി. ഹിസ് ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ. അപ്പോ ഈ പാന്റ് ധരിച്ചിട്ടുണ്ട്, അതുപോലെ അതിന്റെ സസ്പെൻഡർ എന്ന് പറഞ്ഞ് നമ്മുടെ ഷോൾഡറിലേക്ക് ഇടുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട്. ആൻഡ് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ സ്റ്റിക്കിങ്സ് were hole in the crown of his cheek forehead. അപ്പൊ ഒരു പഴയ വില കുറഞ്ഞ ഒരു ക്യാപ്പൊക്കെ ധരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോ എയ്ബ് ഇൻ കമ്പനി വിത്ത് ഹിസ് റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ ഡെനിസ് ഹാങ്സ്. അപ്പോ എയ്ബിന് ഒരു സുഹൃത്തുണ്ട്, സുഹൃത്തിന്റെ പേര് ഡെനിസ് ഹാങ്സ് എന്ന്. അപ്പൊ ഇവര് ഒരിക്കൽ ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗിൽ പങ്കെടുക്കാനിടയായി. വിച്ച് വാസ് അഡ്രസ്ഡ് ബൈ എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ. ഇപ്പൊ സ്റ്റംപ് സ്പീക്കർ എന്ന് വെച്ചാല് മരത്തിന്റെ കുറ്റിയെയാണ് നമ്മൾ സ്റ്റംപ് എന്ന് പറയുന്നത്. അപ്പൊ മരത്തിന്റെ കുറ്റിയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തില് ഒരു രാഷ്ട്രീയക്കാരൻ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. One of those loud voiced fellows who shouted at the top of his voice and waved his arms wildly. അപ്പൊ അയാൾ എന്തൊക്കെയോ ഉച്ചത്തിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു, അയാൾ കൈ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ വലിയൊരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, കേൾക്കാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. At the conclusion of the speech, we did not meet the views either of Abe or Dennis. The latter declined. അപ്പൊ ലാറ്റർ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ആൾ. ഇവിടെ രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഡെന്നിസ് ആണ്. അപ്പൊ ഡെന്നിസ് ഹാങ്സ് ഇവിടെ ഒരു കാര്യം പറയുന്നു. ഈ ഒരു ആളുടെ പ്രസംഗം കഴിഞ്ഞപ്പോ അവൻ വിളിച്ചു പറഞ്ഞു, ഇതിനേക്കാൾ നന്നായിട്ട് എയ്ബ് പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. എയ്ബ് could make a better speech than that. Whereupon he got a dry goods box. അപ്പൊ ഒരു പഴയ ഒരു പെട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു പെട്ടി കൊണ്ടുവന്ന് വെച്ചു. എയ്ബിനെ അങ്ങോട്ടേക്ക് വിളിച്ചു. എന്നിട്ട് ഈ ക്യാമ്പയിനിലെ സംസാരിച്ച ആൾക്ക് ഒരു മറുപടി പ്രസംഗം നടത്താൻ എയ്ബിനെ ക്ഷണിക്കുകയാണ്. അപ്പൊ ഡെന്നിസ് ഹാങ്സ് ആണ് ഇവിടെ എയ്ബിനെ ക്ഷണിക്കുന്നത്. അപ്പൊ ഈ ഒരു പെട്ടിയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് എയ്ബ് നടത്തിയ പ്രസംഗമാണ് അവന്റെ ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്നത്. Little Abe threw his old straw hat on the ground. തൊപ്പിയൊക്കെ വലിച്ചെറിഞ്ഞ് ഈ ബോക്സിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. Mounting the dry goods box, delivered a speech which held the attention of the crowd. അപ്പൊ ഈ നടത്തിയ പ്രസംഗം ആളുകൾ നന്നായി ശ്രദ്ധിച്ചിരുന്നു. അത്രയും നല്ലൊരു പ്രസംഗമായിരുന്നു. And won him considerable applause. അവരെല്ലാവരും കൈയടിച്ചുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ചു. Even the campaign orator admitted that it was a fine speech. അപ്പൊ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളും പറഞ്ഞു ഇത് നല്ലൊരു സ്പീച്ച് ആയിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞതിലെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. Dennis Hanks, who thought Abe was the greatest man who lived, was delighted. ഇത് കേട്ടപ്പോൾ അബ്രഹാം ലിങ്കന്റെ അല്ലെങ്കിൽ എയ്ബിന്റെ സുഹൃത്തായ ഡെന്നിസ് ഹാങ്സിന് വലിയ സന്തോഷമായി. അപ്പൊ വലിയ കാര്യമായിട്ടാണ് ഡെന്നിസ് ഹാങ്സ് എയ്ബിനെ കാണുന്നത്. നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അവന് തന്റെ ഫ്രണ്ടിനെ പറ്റി ഇങ്ങനെയൊക്കെ കേട്ടപ്പോ വലിയ സന്തോഷം തോന്നി. He often spoke of how young Abe got the better of the trained campaign speaker. അപ്പോ നന്നായിട്ട് പ്രസംഗിക്കാനുള്ള കഴിവ് എയ്ബിനുണ്ടെന്ന് ഡെന്നിസ് ഹാങ്സിന് അറിയാമായിരുന്നു. അപ്പൊ ഇത് ഒരു ചെറിയ സംഭവ കഥയാണ്, അനക്ഡോട്ടാണ്. ഇത് എടുത്തിരിക്കുന്നത് എയ്ബ് ലിങ്കൻസ് അനക്ഡോട്ട്സ് ആൻഡ് സ്റ്റോറീസ് ബൈ R.D. വേർഡ്സ്വർത്ത്. R.D. വേർഡ്സ്വർത്ത് എഴുതിയ എയ്ബ് ലിങ്കൻസ് അനക്ഡോട്ട്സ് ആൻഡ് സ്റ്റോറീസ് എന്ന പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് മെയ്ഡ് ലിറ്റിൽ എയ്ബ് സ്റ്റാൻഡ് ഓൺ ദ ഡ്രൈ ഗുഡ്സ് ബോക്സ് ആൻഡ് ഡെലിവർ ദ സ്പീച്ച്? എന്തുകൊണ്ടാണ് എയ്ബ് ഇവിടെ ഈ ഒരു ബോക്സിന് മുകളിൽ കയറിയുന്നുകൊണ്ട് ഈ പ്രസംഗം നടത്തിയത്? ലിറ്റിൽ എയ്ബ് വാസ് എൻകറേജ്ഡ് ബൈ ഡെന്നിസ് ഹാങ്സ്. അപ്പൊ അവന് പ്രചോദനമായത് തന്റെ സുഹൃത്താണ്. തന്റെ സുഹൃത്തിന്റെ നിർബന്ധ പ്രകാരമാണ് എയ്ബ് ഇവിടെ പ്രസംഗം നടത്തിയത്.
Who believed that Abe could make a better speech than the campaign orator? അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ സംസാരിച്ച പ്രാസംഗികനേക്കാൾ നന്നായിട്ട് തന്റെ സുഹൃത്തായ എയ്ബിന് പ്രസംഗിക്കാൻ കഴിയുമെന്ന് ഡെന്നിസ് വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഡെന്നിസ് കരുതുന്നു. Dennis' confidence in Abe's abilities and his prompting led Abe to stand on the dry wood box and deliver his speech. അപ്പോൾ ഡെന്നിസിന്റെ ഈ ഒരു കോൺഫിഡൻസ്, എയ്ബിലുള്ള ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അതുപോലെ തന്നെ അവന്റെ നിർബന്ധം, ഇതൊക്കെ കൊണ്ടാണ് എയ്ബ് ഇവിടെ പ്രസംഗിക്കാൻ കയറിയത്. Do you think good dress, appearance, position in society are needed to present yourself before the public for a speech? അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തില് ഒരാള് ഒരു പ്രസംഗം നടത്തി അത് ആളുകളുടെ മനസ്സിൽ തട്ടാൻ അവർക്ക് നല്ലൊരു ഡ്രസ്സ്, നല്ലൊരു അപ്പിയറൻസ്, അതുപോലെ സൊസൈറ്റിയിൽ ഉയർന്ന സ്ഥാനം, ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? No. Good dress, appearance and position in society are not necessarily required to present yourself before the public for a speech. അപ്പൊ ഒരു പ്രസംഗത്തിന്റെ പബ്ലിക്കിന്റെ മുമ്പിൽ വരുന്നത് നമുക്ക് ഈ കാര്യങ്ങളൊന്നും അത്ര നിർബന്ധമുള്ള കാര്യങ്ങളാണ്. What matters most is the content of the speech. പ്രധാനപ്പെട്ടത് എന്താണ്? നമ്മുടെ പ്രസംഗത്തിന്റെ ആ ഒരു കോണ്ടന്റ്, അതിലെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. The confidence of the speaker and the ability to engage and connect with the audience. അപ്പോ ഈ സംസാരിക്കുന്ന വ്യക്തിയുടെ ആത്മവിശ്വാസം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഓഡിയൻസിനോട് ഉള്ള അവരുടെ സമീപനം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. ലിറ്റിൽ Abe's success despite his modest appearance exemplifies this. അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. What is the role of Dennis in bringing out the best in young Abe? അപ്പോൾ എയ്ബിന്റെ സുഹൃത്തായ ഡെന്നിസ് എങ്ങനെയാണ്, അല്ലെ എന്ത് റോളാണ് ഈ ഡെന്നിസിനുള്ളത് ഈ എയ്ബിനെ ഒരു വലിയ പ്രാസംഗികനാക്കി മാറ്റാൻ? Dennis played a crucial role in bringing out the best in young Abe by recognizing his potential and encouraging him to speak. But ഡെന്നിസ് ഇവിടെ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്, ക്രൂഷ്യൽ റോൾ തന്നെയാണ്. അത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അവനെ എൻകറേജ് ചെയ്തു, അല്ലെങ്കിൽ അവനെ പ്രചോദിപ്പിച്ചു, അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ അവന്റെ കഴിവുകൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. He provided the opportunity and motivation for Abe. അപ്പൊ എയ്ബിന് നല്ല ഒരു മോട്ടിവേഷൻ കൊടുത്തു, അതുപോലെ സാഹചര്യം ഒരുക്കി കൊടുത്തു അവന്റെ കഴിവ് തെളിയിക്കാനായിട്ട്, to showcase his talent which might have remained hidden otherwise. അല്ലെങ്കിൽ ആരും അത് കണ്ടെത്തില്ലായിരുന്നു. Dennis' belief in Abe's ability and his support were key factors in Abe's successful speech. അപ്പൊ എയ്ബിന്റെ ഈ ഒരു പ്രസംഗം വിജയിക്കാനുള്ള കാരണം സുഹൃത്തായ ഡെന്നിസിന്റെ സപ്പോർട്ടും അതുപോലെ അവന്റെ ആത്മവിശ്വാസവും ഒക്കെയാണ്. നാലാമത്തെ ചോദ്യം, ഡു യു തിങ്ക് ദാറ്റ് എവറിബഡി ഹാസ് സം പൊട്ടൻഷ്യൽ ഇൻ ദം? സം പീപ്പിൾ ടേക്ക് ദ ഇനീഷ്യേറ്റീവ് വൈൽ അതേഴ്സ് ഡു നോട്ട് ഡെയർ ടു ഷോക്കേസ് ദെയർ ടാലന്റ്സ്. അപ്പൊ ചില ആളുകൾ അവർ തന്നെ മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യും, ചില ആളുകൾ അവരുടെ കഴിവുകൾ കാണിക്കാൻ അവര് താല്പര്യപ്പെടുന്നില്ല. വാട്ട് ഡു യു തിങ്ക് ആർ ദ റീസൺസ് ഫോർ ദിസ്? എന്തായിരിക്കും ഇതിന്റെ കാരണം? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. Yes, I believe that everybody has some potential in them. However, various factors can influence whether a person takes the initiative to showcase their talent or not. അപ്പൊ ഒരാള് അയാളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ തയ്യാറാകുമോ ഇല്ല എന്നുള്ളത് മറ്റ് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, lack of opportunity, അവസരങ്ങൾ കിട്ടാതിരിക്കുക. Many people do not get the chance to display their talents due to limited resources, lack of platforms or absence of supportive environments. അപ്പൊ അവർക്ക് പല ആളുകൾ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാത്തതിന്റെ കാരണം അവർക്ക് അതിനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ്. അപ്പോ ചിലപ്പോ അതിനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആളുകളുടെ സപ്പോർട്ട് അവർക്ക് കിട്ടാതെ വരുന്നതും ഒക്കെ ഇതിന് കാരണമാണ്. ഇനി ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അതുപോലെ കഴിവുള്ള ആളാണ് പക്ഷെ കോൺഫിഡൻസ് ഇല്ലാതെ വന്നാൽ, ആത്മവിശ്വാസം ഇല്ലാത്തവർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല.
Self-doubt and fear of failure can prevent individuals from stepping forward and showcasing their abilities. ഇപ്പൊ ചില ആളുകൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല, അതുപോലെ എപ്പോഴും ഒരു ഭയമായിരിക്കും, തെറ്റിപ്പോവോ അല്ലെങ്കിൽ ഫെയിലിയർ ആയി പോകും, പരാജയപ്പെട്ടു പോകും എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നത് കൊണ്ട് അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയാതായി പോകുന്നു. വിതൗട്ട് കോൺഫിഡൻസ് പീപ്പിൾ മൈറ്റ് ഹെസിറ്റേറ്റ് ടു ടേക്ക് റിസ്ക് ആൻഡ് സീസ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മാറി നിൽക്കും. ഇനി മറ്റൊരു കാരണമാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ആളുകൾ ഇതെങ്ങനെ വിലയിരുത്തും എന്നുള്ള ഒരു ഭയം. The concern about being judged or criticized by others can be a significant barrier. അപ്പൊ ഒരു പ്രധാന തടസ്സം എന്ന് പറയുന്നത് ആളുകൾ ഇതെങ്ങനെ വിലയിരുത്തും, ഇതിനെ ആളുകൾ എന്ത് രീതിയിൽ കാണും, അല്ലെങ്കിൽ ഇത് ആളുകൾ വിമർശിക്കും എന്നുള്ള ചിന്ത പല ആളുകളെയും മുന്നോട്ട് വരുന്നതിന് തടസ്സമായി മാറുന്നു. People might worry about negative feedback or ridicule, which can deter them from expressing their talents. അപ്പൊ ഇത് ഇവരുടെ ടാലന്റിനെ പ്രദർശിപ്പിക്കാനുള്ള ഒരു വലിയ തടസ്സമായി മാറും ഇത്തരത്തിലുള്ള ഒരു ഭയം ഉണ്ടെങ്കിൽ. അടുത്തത് ലാക്ക് ഓഫ് എൻകറേജ്മെന്റ്. ആവശ്യത്തിന് എൻകറേജ്മെന്റ് കിട്ടാതിരിക്കുന്ന അവസ്ഥ. സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെന്റ് ഫ്രം ഫ്രണ്ട്സ്, ഫാമിലി ഓർ മെന്റേഴ്സ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. അപ്പൊ മറ്റുള്ളവരിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടാതെ വരുമ്പോ ആളുകൾ ഇതേപോലെ മാറി നിൽക്കും. In the absence of such encouragement, individuals might not feel motivated to pursue their interest or showcase their skills. അപ്പൊ അവര് വിചാരിക്കുകയാണ് അവർക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ല, അപ്പൊ അതുകൊണ്ട് അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാതെ മാറി നിൽക്കുന്നു. അപ്പൊ അവർക്കൊരു മോട്ടിവേഷൻ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി പേഴ്സണൽ സർക്കംസ്റ്റാൻസ്, ഒരു വ്യക്തിപരമായ ചുറ്റുപാടുകൾ. Personal challenges such as financial difficulties, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ can also impact a person's ability to take initiative and display their talents. അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് തടസ്സമായി മാറാറുണ്ട്. വലിയ തിരക്കുള്ള ആളുകൾ, അല്ലെ എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അല്ലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ, അവരൊക്കെ ഇതേപോലെ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കാതെ പോകുന്നു. കൾച്ചറൽ ഓർ സോഷ്യൽ നോർംസ്, ചില കൾച്ചറൽ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ചില നിയമങ്ങൾ. ഇൻ സം കൾച്ചേഴ്സ് ഓർ കമ്മ്യൂണിറ്റീസ് സർട്ടൻ ടാലന്റ്സ് ഓർ പർസ്യൂട്ട് മേ നോട്ട് ബി വാല്യൂഡ് ഓർ എൻകറേജ്ഡ്. ഇപ്പൊ ചില സംസ്കാരങ്ങളില് ചില കഴിവുകളെ ആ സംസ്കാരത്തില് അതിനെ വില മതിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരത് ചെയ്യാതെ ആവുന്നു. വിച്ച് ക്യാൻ ഇൻഹിബിറ്റ് ഇൻഡിവിജ്വൽസ് ഫ്രം എക്സ്പ്ലോറിംഗ് ഓർ ഷോക്കേസിംഗ് ദെയർ പൊട്ടൻഷ്യൽ. അപ്പൊ അവരുടെ ഈ കഴിവുകൾ അതിന് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല, ആരും അതിനെ എൻകറേജ് ചെയ്യുന്നില്ല ഈ ഒരു സമൂഹത്തിൽ എന്നുള്ളത് വരുമ്പോൾ അത് മെല്ലെ മെല്ലെ ഇല്ലാതായി മാറും, അല്ലെങ്കിൽ ആ കഴിവ് പ്രദർശിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്.